ശിവഭഗവാനെ വിഴുങ്ങിയ പാർവതി ദേവിയുടെ കഥ അറിയാമോ? ഒരിക്കൽ പാർവതി ദേവിക്ക് അതിയായ വിശപ്പ് തോന്നി. എന്നും ഭഗവാൻ ശിവൻ തന്റെ ഭക്ഷണം കഴിച്ച ശേഷം ബാക്കി വരുന്ന ഭാഗം പാർവതി ദേവിക്കായി മാറ്റിവെക്കുമായിരുന്നു. എന്നാൽ അന്ന് ഭഗവാൻ ശിവൻ തന്റെ പാത്രത്തിലെ ഭക്ഷണം മുഴുവൻ കഴിച്ചു. ഇതുകണ്ട് പാർവതി ദേവിക്ക് വളരെ ദേഷ്യം വന്നു. ദേഷ്യത്തോടെ ശിവഭഗവാന്റെ അടുത്തേക്ക് ചെന്ന് തനിക്കായി ഭക്ഷണം മാറ്റിവെക്കാത്തതിന് കാരണം ചോദിച്ചു. അപ്പോൾ ശിവഭഗവാൻ ധ്യാനത്തിൽ ആയിരുന്നതിനാൽ മറുപടി ഒന്നും നൽകിയില്ല. ഇത് പാർവതി ദേവിയെ കൂടുതൽ പ്രകോപിപ്പിച്ചു. കോപാകുലയായ പാർവതി തന്റെ വിശപ്പടക്കാൻ അവിടെ ഉണ്ടായിരുന്ന മലകളും വൃക്ഷങ്ങളും എല്ലാം വിഴുങ്ങാൻ തുടങ്ങി. എന്നിട്ടും വിശപ്പ് അടങ്ങാതെ ദേവി ശിവഭഗവാനെയും വിഴുങ്ങി. ഭഗവാൻ ശിവനെ വിഴുങ്ങിയപ്പോൾ പാർവതിയുടെ വിശപ്പ് ശമിച്ചെങ്കിലും ദേവി ഒരു വിധവയുടെ രൂപത്തിലേക്ക് മാറി. പെട്ടെന്ന് താൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായി തന്റെ പതിയെ വിഴുങ്ങിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യും എന്നറിയാതെ ഒരുപാട് വിഷമിക്കുകയും ചെയ്തു. ആ സമയം മഹാദേവൻ പുറത്തുവരികയും പാർവതി ദേവി തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. പാർവതി മഹാദേവനോട് ക്ഷമ ചോദിച്ചു. ഇതിൽ ദേവി പാർവതിയുടെ തെറ്റൊന്നുമില്ല. ഇതെല്ലാം നമ്മുടെ ലീലയായിരുന്നു. ദേവിയുടെ ഈ രൂപം ഭാവിയിൽ ധൂമാവതി എന്ന പേരിൽ അറിയപ്പെടുകയും കൂടാതെ വിധവാരൂപത്തിൽ ആരാധിക്കപ്പെടുകയും ചെയ്യും എന്ന് പറഞ്ഞ് ശിവഭഗവാൻ ദേവിയെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഹൈന്ദവ വിശ്വാസത്തിലെ ദശമഹാവിദ്യകളിൽ 7ാമത്തെ ദേവിയാണ് ധൂമാവതി. മാതാ ധൂമാവതി തന്റെ ഭക്തരുടെ ദുരിതങ്ങൾ, ദൗർഭാഗ്യം, ദാരിദ്ര്യം എന്നിവ ഇല്ലാതാക്കുന്നു. മാതാ ധൂമാവതിയെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിലെ പ്രതിസന്ധികളെ അതിജീവിക്കാനും ഐശ്വര്യവും, അറിവ്, മോക്ഷം, ശത്രുവിനാശം, അഭീഷ്ടസിദ്ധി എന്നിവ നൽകുന്ന ദേവിയായും ധൂമാവതിയെ ആരാധിക്കുന്നു. ധൂമാവതി ദേവിയെ സാധാരണയായി ഒരു വൃദ്ധയും വിധവയുമായ രൂപത്തിലാണ് ചിത്രീകരിക്കുന്നത്. ഇവരുടെ രൂപം ഭയപ്പെടുത്തുന്നതും വരണ്ടതും മെലിഞ്ഞതുമാണ്. ഒരു കൈയിൽ ചൂലും മറുകൈയിൽ തീയും വഹിച്ചുകൊണ്ട് തേരിലോ കഴുതപ്പുറത്തോ സഞ്ചരിക്കുന്നതായാണ് സങ്കല്പം. ധൂമം അഥവാ പുകയുടെ രൂപത്തിലാണ് ദേവി നിലകൊള്ളുന്നത്. പ്രപഞ്ചത്തിന്റെ അവസാനത്തിലെ പുകയുടെ രൂപം ധൂമാവതിയെ സൂചിപ്പിക്കുന്നു. ധൂമാവതിയുടെ ജനനത്തിന് മറ്റൊരു ഐതിഹ്യവും പ്രചാരത്തിൽ ഉണ്ട്. അത് അനുസരിച്ച് ദക്ഷയാഗത്തിൽ സതി ദേവി അഗ്നിയിൽ ചാടിയപ്പോൾ ആ അഗ്നിയിൽ നിന്ന് ഉയർന്ന പുകയിൽ നിന്ന് ധൂമാവതി ദേവി ഉദ്ഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്.